രാവിലെ എണീറ്റിട്ട് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡെയിലി റൊട്ടീനാണല്ലോ അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വൈകുന്നേരത്തേക്ക് വെക്കാൻ മേമ എവിടെയോ പോണ വഴി അങ്ങോട്ട് വന്നേനെ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഓർഡറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മ അത് ബീട്രൂട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശനിയാഴ്ചന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. കുളിച്ചിറങ്ങിയിട്ട് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതെങ്ങനെ മുടി പരന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കുളിച്ചിറങ്ങി കഴിഞ്ഞാലും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് കാർമസിയുടെ ഈ ഒരു ഗ്ലോ റിവൈവ് ഡിയോഡറൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ റോൾ ഓൺ പോലെ അല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കും. അതുപോലെ തന്നെ അണ്ടർ ആംസിലെയും കൈമുട്ടിലെയും കാൽമുട്ടിലെയും ഒക്കെ പിഗ്മെന്റേഷൻ നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏതൊരു പ്രൊഡക്റ്റും 1-2 വട്ടം യൂസ് ചെയ്ത് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. ഇതിലെ ലാക്റ്റിക് ആസിഡും മെന്റലിക് ആസിഡും വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ എക്സ്ഫോലിയേറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയ റൈസ് വാട്ടറും വിറ്റാമിൻ ഇയും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. ഇത് നമുക്ക് കാൽമുട്ടിലും കൈമുട്ടിലും കഴുത്തിലും ഒക്കെ യൂസ് ചെയ്യും. ഇത് നല്ലതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ സ്മെല്ലാണെങ്കിലും നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെൽ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ആൻഡ് purple.com ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. സ്ക്രീനിൽ ഞാൻ ടാഗ് ചെയ്ത് പർപ്പിൾ ആപ്പിൽ നിന്നാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ കൊച്ചിയിലുള്ളവരാണെങ്കിൽ സെയിം ഡേ തന്നെ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടും. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് കുക്കർ ബിരിയാണി കഴിക്കാനൊരു മോഹം. അപ്പോൾ സിമ്പിളാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുക്കറിൽ ഞാൻ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓൾറെഡി ഒരു വട്ടം ഞാൻ എൻ്റെ ചാനലിട്ട് നല്ല റീച്ച് ആയതായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവേ.